ഇന്ന് പറയാൻ പോകുന്നത് ലോട്ടറിനെ പറ്റിയിട്ടാണ്. ഗവൺമെൻറ് മാറിയപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് വന്നപ്പോൾ വിചാരിച്ച് ലോട്ടറിയിലൊക്കെ പ്രൈസ് എല്ലാം ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഓരോ ലോട്ടറിയിലും ഒരു പ്രൈസുമില്ല. കേരള ലോട്ടറിയിൽ എന്നെടുത്താലും ഒന്നും കിട്ടില്ല. ആൾക്കാരെ പൈസ പോകുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നറുക്കെടുക്കണമെന്നിങ്ങനെ ടി വിയിലൊക്കെ കാണുന്നുണ്ടെന്നല്ലാണ്ട് ഈ ലോട്ടറി എടുക്കുന്ന സമയത്ത് അതിൽ പ്രൈസ് കാണുന്നില്ല. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായില്ലേ, എന്നിട്ടും ലോട്ടറിയിലൊരു ചേഞ്ചുമില്ല. ഞാൻ വിചാരിച്ച് ലോട്ടറിയൊക്കെ ഗവൺമെൻറ് മാറിയാൽ ലോട്ടറിയിലൊക്കെ നല്ല പ്രൈസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ലോട്ടറിയുടെ ഒരു 50 റുപ്യൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ 50 റുപ്യ കൊണ്ട് പോകാമെന്നല്ലാണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന പ്രശ്നം ഇപ്പം ഇല്ല. അതാണ്. അപ്പോൾ ഇതെന്നാ നേരാവുമെന്ന് അറിയില്ല. ഇപ്പോൾ എല്ലായിടത്തും ലോട്ടറി ഉണ്ട്. ഇപ്പോൾ കുറേ കടകളൊക്കെ അടച്ച് കഴിഞ്ഞു. ലോട്ടറി പ്രൈസ് ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എടുത്തിട്ട് എന്താ കാര്യം? എല്ലാവരും നിർത്തും. ലാസ്റ്റ് ലോട്ടറി എടുക്കാൻ ആളുണ്ടാവില്ല. ഈ പാവങ്ങളാണ് നടന്ന് വിറ്റിരുന്നത്. അപ്പോൾ അവരും കാണുന്നില്ല. എന്താ വെച്ചാൽ പ്രൈസ് ഇല്ലാണ്ടാകുമ്പോൾ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഇതിനെ പറ്റി മുൻകൈ എടുത്തിട്ട് പ്രൈസൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയാൽ, പ്രൈസൊക്കെ ഇടാൻ തുടങ്ങിയാൽ ജനങ്ങൾക്കത് കാര്യവും പാവങ്ങൾക്ക്. അപ്പോൾ പാവങ്ങൾക്കത് വിൽക്കാനും അവർക്ക് കൊണ്ടു നടക്കാനും പറ്റും. അല്ലെങ്കിൽ പ്രശ്നം തന്നെ. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഓക്കെ.